+2 സ്വാഗതം. നമ്മുടെ നാട്ടിൽ കെട്ടിടം നിർമ്മിക്കുന്നവരും കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവരുമൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിവരമുണ്ട്. കെട്ടിടം നിർമ്മിക്കുമ്പോൾ കെട്ടിടത്തിൻ്റെ മുൻവശത്തും വശങ്ങളിലും പിൻവശത്തും ഒക്കെ എത്രയാണ് നമ്മൾ ഓപ്പൺ സ്പേസ് വിടാൻ ഉള്ളത്. ഇതൊരു ബേസിക് റിക്വയർമെൻ്റാണ്. ഇതിൽ നിന്നും ചില കാര്യങ്ങൾക്ക് എക്സംഷൻ ഉണ്ട്. ആ എക്സംഷൻ കൂടി അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അത് മാത്രമല്ല, ഓരോ കെട്ടിടത്തിനെയും ഓരോ ഗണത്തിൽപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ താമസ ആവശ്യത്തിനുള്ള കെട്ടിടം, പ്രത്യേക താമസത്തിനുള്ള കെട്ടിടം, വാണിജ്യ വ്യവസായ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടം, ഗവൺമെൻറ് ബിൽഡിങ്സ്, ഇങ്ങനെ പല തരത്തിൽ നമ്മുടെ കെട്ടിടങ്ങളെ വിഭജിച്ചിട്ടുണ്ട്. ആ ഗണങ്ങൾ എന്നുള്ളത് തന്നെ ബിൽഡിംഗ് റൂൾസിനകത്ത് A1, A2, F1 ഇങ്ങനെ പല ഗണങ്ങളിൽ ഓക്കുപ്പൻസിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് മുമ്പ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. ബിൽഡിംഗ് റൂൾസിൽ ഏറ്റവും ഒടുവിലായിട്ട് ഗവൺമെൻറ് ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു, ചില ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഒരു എപ്പിസോഡ് പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങൾ അറിയിക്കാനുള്ളത്, പല ആളുകൾക്കും ഉള്ളൊരു സംശയമാണ്. നമുക്ക് ഒരു വശത്ത്, കെട്ടിടത്തിൻ്റെ ഒരു വശത്ത് പുറകുവശമോ ഇല്ലെങ്കിൽ മറ്റൊരു സൈഡോ ആണെങ്കിൽ നമുക്ക് അവിടെ ഓപ്പൺ സ്പേസ് ഇല്ലാത്ത പക്ഷം അയൽക്കാരൻ്റെ കൺസെൻറ്റ് വാങ്ങി നമുക്കവിടെ നിർമ്മിക്കാമോ, അയാളുടെ അതിരിനോട് ചേർന്ന് നിർമ്മിക്കാമോ? പല ആളുകളും ഉന്നയിച്ചിട്ടുള്ള സംശയമാണ്. ഇതിൽ ഈ ചാനലിൽ തന്നെ പലപ്പോഴും അങ്ങനെയുള്ള ചില കമൻറ്റുകളും ചില സംശയങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം വേണ്ടിയുള്ളതാണ്. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അയൽക്കാരൻ്റെ കൺസെൻറ്റ് വാങ്ങി നമുക്ക് ഒരു വശം നമുക്ക് ചേർത്ത് കിട്ടാം, അതിരിനോട് ചേർത്ത് കിട്ടാം. പക്ഷേ അത് എല്ലാ കെട്ടിടത്തിനും കിട്ടുമോ? ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. A1 വിഭാഗം, A2 വിഭാഗം, F വിഭാഗം, ഇത് ഓരോ ഗണങ്ങളാണ് കേട്ടോ. ഓരോ ഓക്കുപ്പൻസി കാറ്റഗറി അനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് ഇതിനകത്ത് ഉണ്ട്. A1 എന്ന് പറഞ്ഞാൽ താമസ ആവശ്യത്തിനുള്ള ഒരു വീടിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. A1 വിഭാഗത്തിൽ പലതും വരും കേട്ടോ. അതുകൊണ്ട് തന്നെ A1 എന്ന് പറഞ്ഞാൽ പാർപ്പിട ആവശ്യത്തിനുള്ളത്. പാർപ്പിട ആവശ്യത്തിനെന്ന് പറയുമ്പോൾ പാർപ്പിടത്തിനോട് ചേർന്ന് നമ്മളൊരു ഓഫീസ് അതിനകത്ത് ഒരു മുറി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതും A1 ഗണത്തിലാണ് വരുന്നത്. പ്രധാനമായും പാർപ്പിട ആവശ്യത്തിനുള്ള കെട്ടിടമാണെന്ന് കരുതണം. ഇനി A2 വിഭാഗമാണെങ്കിലോ, A2 വിഭാഗം എന്ന് പറഞ്ഞാൽ പ്രത്യേക താമസ ആവശ്യത്തിന്, അതായത് ലോഡ്ജ്, കോൺവെൻറ്റുകൾ, ഓൾഡ് ഏജ് ഹോം, ഹോട്ടലുകൾ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ A2 വിഭാഗത്തിൽ വരും. F വിഭാഗം എന്ന് പറയുന്നത് വാണിജ്യ കെട്ടിടങ്ങളെയാണ്. കൊമേഴ്സ്യൽ, മെർക്കൻറ്റൈൽ ബിൽഡിങ്ങിൽ നിന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെയുള്ള ബിൽഡിങ്ങുകൾക്കാണ് ഈ കൺസെൻറ്റ് കൊടുത്ത് നമുക്ക് ഒരു വശം ചേർക്കാൻ പറ്റുന്നത്. അപ്പം മനസ്സിലാക്കുക, 3 ഗണങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. A1, A2, F ഗണങ്ങൾ. A1 ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം, പാർപ്പിട ആവശ്യത്തിനുള്ളത്. A2 എന്ന് പറയുന്നത് തീർച്ചയായും ഈ മറ്റ് പാർപ്പിട ആവശ്യങ്ങൾ എന്ന് പറയാം. പ്രത്യേക പാർപ്പിട ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ചു, ലോഡ്ജ്, കോൺവെൻ്റ് അങ്ങനെ തുടങ്ങിയവ. F എന്ന് പറഞ്ഞാൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടം. ഇതിനൊക്കെ തന്നെ നമുക്ക് തൊട്ടടുത്ത അയൽക്കാരൻ്റെ കൺസെൻറ്റ് വാങ്ങി നമുക്ക് കെട്ടിടം വെക്കാം. പക്ഷേ ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 7 മീറ്റർ വരെ പാടുള്ളൂ എന്നുള്ളത് പ്രത്യേകിച്ചെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഗ്രൗണ്ട് ലെവലിൽ നിന്നും 7 മീറ്റർ വരെ ഉയരമുള്ളവയ്ക്കാണ് അയൽക്കാരൻ്റെ കൺസെൻറ്റ് വാങ്ങി ഒരു വശം നമുക്ക് ചേർത്ത് കെട്ടാൻ കഴിയുന്നത്. അപ്പം അത്രയും നമുക്ക് ഒരു സൗകര്യം ബിൽഡിംഗ് റൂൾസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് വശവും, ഒരു വശം എന്ന് പറഞ്ഞാൽ പുറകുവശമാകാം, അല്ലെങ്കിൽ സൈഡാകാം. പക്ഷേ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലെന്നും മനസ്സിലാക്കുക. ഇനി അതുപോലെ അത് ഈ ഒരു സ്ട്രീറ്റിന് മുൻപിൽ വരുന്നതും ആകരുത് എന്നും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നാൽ ഈ പറയുന്ന ഉയരവും അതുപോലെ സ്ട്രീറ്റിന് ഒഴികെയുള്ളതും എന്നും കൂടി എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൺസെൻറ്റ് വാങ്ങുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കേണ്ട, ഒരു വെള്ള പേപ്പറിലൊന്നും വാങ്ങിക്കളയരുത്. കൺസെൻറ്റ് ഉടമസ്ഥൻ തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു 200 രൂപയെങ്കിലും പത്രത്തിൽ വാങ്ങിയിട്ട് വ്യക്തമായും കാര്യങ്ങളെല്ലാം എഴുതി 2 സാക്ഷികളെയും വെച്ചുകൊണ്ട് എഴുതിയാൽ വളരെ നല്ലത്. കൺസെൻറ്റ് തരുമ്പം അത് പൂർണ്ണമായും നമുക്ക് ഭാവിയിൽ ഒരു പ്രശ്നം വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. പലപ്പോഴും വാക്കാൽ കൺസെൻറ്റ് തരും, നമ്മൾ കെട്ടും, പിന്നീട് സബ്സിക്വൻ്റായിട്ട് ഈ ഓണർ
ഇത് വിറ്റു, വേറൊരു ഓർഡർ വാങ്ങിക്കഴിഞ്ഞാൽ അയാളും ഇത് വിഷയമാക്കി കൊണ്ടുവരും. അയാളോട് ചേർത്ത് അടച്ചു എന്നൊക്കെ പറഞ്ഞ പല വിഷയങ്ങൾ, ഒരുപാട് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. കൺസെൻറ്റ് കൊടുക്കുമ്പോൾ രേഖാമൂലമുള്ള കൺസെൻറ്റ്, അത് ഉദ്യോഗസ്ഥൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഉള്ളത് തന്നെയാണത്. കൺസെൻറ്റ് കിട്ടി എന്ന് പറയുന്നിട്ട് കാര്യമല്ല, ആ കൺസെൻറ്റ് രേഖാമൂലം തന്നെ ഹാജരാക്കാൻ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അത് അല്ലെങ്കിൽ പിന്നീട് തർക്കങ്ങൾ ഉണ്ടാകാം. ഈ കൺസെൻറ്റ് ചെയ്ത് തരുന്നത് ഉടമസ്ഥനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ ഇതിന് ചിലപ്പോൾ വിമർശനവുമായിട്ട് വരാം. പിന്നീട് ഇത് കോടതിയും വഴക്കും ഒക്കെ ആയിട്ട് പോകുന്ന LST ട്രിബ്യൂണൽ കൊണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ട്രിബ്യൂണലിൽ വരുന്ന കേസുകളിൽ നല്ലൊരു പങ്കും ഈ വിഷയവുമായിട്ട് അധികരിച്ചിട്ടുള്ളതാണെന്ന് എനിക്ക് നേരിട്ടറിയാം. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ കൺസെൻറ്റ് രേഖാമൂലം വാങ്ങി നിങ്ങൾ ഹാജരാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വശങ്ങളിലോ പിൻവശത്തോ ഒക്കെ അതിരിനോട് ചേർന്ന് തന്നെ നിങ്ങൾക്ക് ഈ വീട് വെക്കാൻ കഴിയും. അപ്പോൾ കൺസെൻറ്റ് രേഖാമൂലം ആയിരിക്കണം. ഇത് സംബന്ധിച്ച് കുറച്ചുകൂടെ വിശദ വിവരങ്ങൾ തൊട്ടടുത്ത എപ്പിസോഡിൽ പറയാം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ബിൽഡിംഗ് റൂൾസ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു റൂൾസാണ്. പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ഒരാളിനും വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നൊരു സാധനമല്ല. അതിൽ നിന്ന് ഒറ്റയടിക്ക് എല്ലാം കൂടി നിങ്ങളോടൊരു എപ്പിസോഡിൽ പങ്കുവെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് ഇതിന് ചെറിയ ക്യാപ്സൂളുകളായി ഇനി വരുന്ന എപ്പിസോഡുകളിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ബിൽഡിംഗ് റൂൾ പൂർണ്ണമായും തന്നെ ഈ ചാനലിൽ ഉൾപ്പെടുത്തും. അത് തുടർച്ചയായിട്ടായിരിക്കില്ല, വിവിധ ദിവസങ്ങളിലായി ഉണ്ടാകും. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.